സർ, ഇന്ന് രാവിലെ മുതലാ ആളെ കാണാതായത്. സർ വരൂ. ഈ നിൽക്കുന്ന സ്ത്രീയാ രാവിലെ എണീറ്റപ്പോ ആളിവിടെ ഇല്ലാന്ന് മനസ്സിലാക്കിയത്. താഴെ രക്തത്തുള്ളികൾ കണ്ടുന്നാ ഇവര് പറയുന്നത്. പക്ഷെ ആ രക്തത്തുള്ളികള് ഇവര് മായ്ച്ചു കളഞ്ഞു. അതെന്തിനാ അങ്ങനെ ചെയ്തേ? തെളിവുകളൊന്നും നശിപ്പിക്കാൻ പാടില്ലെന്നറിയില്ലേ? ഇവരുടെ പെരുമാറ്റം സംശയാസ്പദമാണ് സർ. ചന്ദ്രലേഖയെ കാണാതായതിന് പിന്നിൽ ഇവരുണ്ടെന്നാ എന്റെ ബലമായ സംശയം. ഒരിക്കലുമില്ല. അവളെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യം ഈ വീട്ടിൽ ആർക്കുമില്ല. പിന്നെ എവിടെ പോയാണ്? അതറിയില്ല. ഇവര് തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് അധിക ദിവസം ആയിട്ടില്ല സർ. ആ ബന്ധം അത്ര സുഖകരമല്ലായിരുന്നു. അത് എന്റെ കുറ്റം കൊണ്ടൊന്നും അല്ല. ന്യായീകരിക്കാനൊന്നും നിൽക്കണ്ട. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ ഭാര്യയെ ഇവിടെ തനിച്ചാക്കിയിട്ട് കാമുകിയെ കാണാൻ അവളുടെ വീട്ടിൽ പോയതല്ലേ താൻ? കാമുകിയെ കാണാനല്ല, ഞാനുമായിട്ട് കല്യാണം നിശ്ചയിച്ചിരുന്ന പെൺകുട്ടിയെ കാണാൻ വേണ്ടിയാ. അതിന് കാരണമുണ്ട്. ചന്ദ്രയുടെ പെരുമാറ്റം കാരണമാ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നത്. എനിക്കും ദേവിക്കും ഇടയിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണ നീക്കം ചെയ്യേണ്ടത് എന്റെ ആവശ്യമായിരുന്നു. അതിന് ഞാൻ പോയി. അതിത്ര വലിയ പാതകമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. സിദ്ധു കെട്ടിക്കൊടുത്ത താലി കല്യാണ മണ്ഡപത്തിൽ വെച്ച് പരസ്യമായി ഊരിക്കളഞ്ഞോളാ സാറേ ഈ കാണാതായ ചന്ദ്രരേഖ. എന്തുകൊണ്ടാ അവൾ അങ്ങനെ ചെയ്തത്? തക്കതായ ഒരു കാരണമില്ലാതെ ഏതെങ്കിലും ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്യൂ? സർ, ഇവര് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഈ വീട്ടില് ചന്ദ്രലേഖ അനുഭവിച്ച പീഡനങ്ങൾ അവളൊരു പരാതി തന്നിരുന്നു. ആ പരാതിയുടെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ഇത് ശരിക്കുള്ള പരാതി തന്നെയല്ലേ? അതെ സർ. ആരാ പ്രേമ? ഞാനാ സാറേ. നിങ്ങളെ കുറിച്ചാണല്ലോ പരാതി പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനൊരു പരാതി ഉള്ള സ്ഥിതിക്കും ആളെ കാണാത്ത സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ടും ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങളെ ഇപ്പൊ കസ്റ്റഡിയിൽ എടുക്കണം. എന്തിന്? അതിന് എന്റെ ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് നിങ്ങളല്ല, അന്വേഷണ ഉദ്യോഗസ്ഥരായ ഞങ്ങളാ പറയേണ്ടത്. ഇവരെ പിടിച്ച് വണ്ടി കയറ്റും. അയ്യോ സാറേ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല സാറേ. സർ, ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ വരൂല. ചേച്ചി, സാർ കൊണ്ടുപോകരുത്. സാർ, എന്റെ ചേച്ചി കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. സാർ, ചേച്ചി കൊണ്ടുപോകരുത്. പോലീസിനെ തടയാൻ മാത്രമുള്ള ശേഷി തനിക്കുണ്ടോ? സാർ, ഈ സസ്പെൻഷനിലായ പോലീസുകാരിക്കും ഈ വിഷയത്തിൽ എന്താ കാര്യം ചോദിക്കും സാർ. എന്റെ കൂട്ടുകാരിയാ കാണാതായ ചന്ദ്ര. ഞാൻ വരും, ഈ കേസിൽ ഇടപെടും. അത് തടയാൻ വക്കീലിനെന്നല്ല ആർക്കും പറ്റില്ല. സാർ, ചേച്ചി ഒന്നും ചെയ്തിട്ടില്ല സാർ. മാൻ മിസ്സിംഗ് കേസായത്. അതും ഒരു സ്ത്രീ. ഇത്തരം ഒരു കേസിന്റെ ഗൗരവം എത്രയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. സാറേ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളോട് സഹകരിക്കുന്നതാ ബുദ്ധി. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. പിടിച്ച് കയറ്റവരെ. ചേച്ചി കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. സാർ, ചേച്ചി ഒന്നും ചെയ്തിട്ടില്ല. സാർ, കേറങ്ങോട്ടെ. സാർ, ചേച്ചിക്കൊന്നും അറിയില്ല സാർ. എനിക്കൊന്നും അറിയില്ല മേഡം.
സാർ അച്ഛാ അച്ഛാ. അച്ഛാ അച്ഛാ, അയ്യോ അച്ഛാ അച്ഛാ, എന്ത് പറ്റി അച്ഛാ? അച്ഛാ അച്ഛാ, അച്ഛാ. അച്ഛാ